കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജിന് മുന്നിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന ഒരു സാധാരണക്കാരനായ ഒരാൾ ദിവസേന 90 ടിക്കറ്റുകളാണ് വിൽക്കുക. അയാളുടെ ലാഭം എന്ന് പറയുന്നത് 580 രൂപയാണ്. ഒരാൾ ഇയാളെ പറ്റിച്ചു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. 500 രൂപയുടെ സമ്മാനമുണ്ട് എന്ന് പറഞ്ഞ് ടിക്കറ്റ് നൽകുകയും ആ 500 രൂപ വീതം 2000 രൂപ കൈപ്പറ്റുകയും ചെയ്തു. പക്ഷേ പിന്നീട് അത് ഏജൻസിയിൽ കൊടുത്തപ്പോഴാണ് അറിയുന്നത് അത് സമ്മാനാർഹമായ ടിക്കറ്റല്ല, അതിലെ നമ്പർ തിരുത്തി തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന്. എനിക്കൊപ്പം ചേരുകയാണ് ആ ലോട്ടറി വിൽപ്പനക്കാരൻ വിജയകുമാറാണ്. കുണ്ടുത്തോട് സ്വദേശിയാണ്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഞാൻ ലോട്ടറി ആയിട്ട് വരികയാണ്. ഞായറാഴ്ച 2:30 കഴിഞ്ഞിരിക്കുന്നത്. അന്നേരം ഹോമിയോ കോളേജിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരാൾ നടന്നു വന്നിട്ട് ഇന്നത്തെ ടിക്കറ്റാണോ എന്ന് വെച്ചാൽ മണി അദ്ദേഹം അറിഞ്ഞു. അന്നേരം അയാൾ പറഞ്ഞു എൻ്റെ അടുത്ത് ടിക്കറ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു പ്രൈസ് ഉണ്ട് എന്നറിഞ്ഞ്, നിങ്ങൾക്ക് 500 പ്രകാരം ഉണ്ട് എന്നറിഞ്ഞ്. ആ നമ്പറാണ് തിരുത്തിയതാണ് അറിയുന്നില്ല. ഇതിൻ്റെ യഥാർത്ഥ നമ്പർ 89 ഇത് 39 ആക്കി. അത്രയും വിദഗ്ധമായിട്ടാണ് തിരുത്തിയത്. 39 എന്നുള്ളതാണ് ഇതിലെ സമ്മാനാർഹമായ ടിക്കറ്റ്. ആ നിലയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. 39 എന്നുള്ളതാണ്. അതായത് പ്രിൻ്റ് ചെയ്ത അതേ നിലയിൽ തന്നെയുള്ള തിരുത്താണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് യാതൊരു വിധത്തിൽ സംശയവും ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് സ്കാൻ ചെയ്ത് നോക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല. അത്തരത്തിലുള്ള മൊബൈൽ ഫോണൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഇയാളെ കണ്ടാൽ തിരിച്ചറിയും ചേട്ടേ? ഏകദേശം കണ്ടാൽ തിരിച്ചറിയും. അടുത്ത ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞ്. പക്ഷെ ഞാനൊന്ന് അവിടെയൊക്കെ പോയി നോക്കി, എന്നാൽ അങ്ങനത്തെ ഒരാളെ ഇല്ല. അയാളുടെ കയ്യിൽ ഇത്തരത്തിൽ എത്ര ടിക്കറ്റ് ഉണ്ടായിരുന്നു? ഒരു 5-6 ടിക്കറ്റും കൂടി ഉണ്ട് ആളെ കൈമിൽ. 4 ചേട്ടന് തന്നു, ബാക്കി ഒരു 6 കൂടി ഉണ്ട്. അത് ഇതേ രീതിയിൽ തന്നെ തിരുത്തിയിട്ടുണ്ട്. അതാണ് ഒക്കെ ഒരേമാതിരി പിന്നെ ഇതാക്കി തന്നതാണ്. എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ, ഞാൻ അന്നേരം മാറി കൊടുക്കുകയും എന്തോ ഭാഗ്യത്തിന് പൈസ ഇല്ലേനും. കഴിഞ്ഞ ഞായറാഴ്ചയാണോ? കഴിഞ്ഞ ഞായറാഴ്ച 2:50 ഉണ്ടാവും. ഇദ്ദേഹത്തിന് കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് വളരെ പാവം പിടിച്ച ഒരു മനുഷ്യനാണ്. ഒരു ദിവസവേതനമായിട്ട് 90 ടിക്കറ്റ് വിറ്റാൽ 580 രൂപ മാത്രം കിട്ടും. അതിന് ഭക്ഷണ ചെലവ് കഴിയണം. അതിനുശേഷം അദ്ദേഹത്തിന് കയ്യിൽ കിട്ടുന്ന മിച്ചം അത് ആണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. ആ പണത്തിൽ നിന്നാണ് ഇപ്പോൾ പിടിച്ചു പറിക്കുന്നത് പോലെ 2000 രൂപ ആരോ വന്ന് കൊണ്ടുപോയിരിക്കുന്നത്. വലിയ സങ്കടകരമായ ഒരു കാര്യം കൂടിയാണ്. ജിബേഷിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.